നമസ്കാരം, ഞാൻ സിജി ജോസ്. പോയ വർഷം 2024 ഏവർക്കും സ്വാഗതം. നേട്ടങ്ങളും കോട്ടങ്ങളുമായി ഒരു വർഷം കൂടി പിന്നിടുകയാണ്. 2024 പടിയിറങ്ങി 2025 വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ലോകം. നിരവധി സംഭവ വികാസങ്ങളിലൂടെയാണ് 2024 പുതുക്കാടും കടന്നുപോയത്. പുതുക്കാട് മേഖലയിൽ 2024 ഉണ്ടായ സംഭവങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാം. 2024 തുടക്ക മാസങ്ങളിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. തൃശൂർ മണ്ഡലത്തിൽ LDF-നായി VS സുനിൽകുമാറും കോൺഗ്രസിനായി K മുരളീധരനും NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും മത്സരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ടു തന്നെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവായ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയതോടെയാണ് K മുരളീധരന്റെ സർപ്രൈസ് എൻട്രിയും സ്ഥാനാർത്ഥിത്വവും. ഏപ്രിൽ 26 തിരഞ്ഞെടുപ്പ് നടന്നു. മെയ് 4 ചരിത്രവിധി പുറത്ത്. സുരേഷ് ഗോപി തൃശൂരെടുത്തു. ഇതോടെ കേരളത്തിൽ ആദ്യമായി BJP-ക്ക് ലോക്സഭാ സീറ്റ് ലഭിച്ചു. ആമ്പല്ലൂരിനെ പ്രതിനിധീകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി VS പ്രിൻസ് ചുമതലയേറ്റത് ജനുവരി 25. മുൻ ധാരണ പ്രകാരം CPM പ്രതിനിധിയായ PK ഡേവിസ് രാജിവെച്ച ഒഴിവിലാണ് CPI പ്രതിനിധിയായ VS പ്രിൻസ് പ്രസിഡന്റായി ചുമതലയേറ്റത്. ആമ്പല്ലൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന അടിപ്പാത നിർമ്മാണം 2024 ആരംഭിച്ചു. സെപ്റ്റംബർ 26 ആരംഭിക്കേണ്ടിയിരുന്ന അടിപ്പാത നിർമ്മാണം 24 മുന്നൊരുക്കങ്ങളില്ലാതെ ആരംഭിച്ചത് നീണ്ട ഗതാഗത കുരുക്കിന് കാരണമായി. നവംബർ മാസമായപ്പോഴേക്കും നിലവിൽ പില്ലറുകൾക്കായി എടുത്ത കുഴികൾ മണ്ണിന്റെ ബലക്കുറവ് മൂലം നികത്തി. 15 അടിയോളം താഴ്ചയിലെത്തിയപ്പോൾ ജലത്തിന്റെ സാന്നിധ്യവും കുഴഞ്ഞ കളിമണ്ണുമാണ് ഇവിടെ കണ്ടെത്തിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ആഴ്ചകളോളം അടിപ്പാത നിർമ്മാണം നിലച്ചു. ഡിസംബർ 11 നിർമ്മാണം ആരംഭിച്ചത്. പുതിയ നിർമ്മാണ ചുമതലയുള്ള സേലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിയാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയത്. നവീകരിച്ച രൂപരേഖ പ്രകാരം ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജാണ് ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചത്. നേരത്തെ പില്ലറിനായി ആഴത്തിൽ കുഴിച്ചിരുന്ന കുഴികൾ മൂടിയിരുന്നു. ഇവ വീണ്ടും തുറന്ന് ആഴം കുറച്ച് ബോക്സ് ടൈപ്പ് അടിപ്പാതയുടെ അടിത്തറ കോൺക്രീറ്റ് ഇടൽ ഡിസംബർ 12 പൂർത്തിയായി. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ സർക്കാർ ഓഫീസുകൾ ഒറ്റക്കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായുള്ള പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ 1ാം ഘട്ട നിർമ്മാണോദ്ഘാടനം 2024 ഡിസംബർ 7 നടന്നു. 2022-23 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് 10 കോടി രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് PA മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പീച്ചി ഡാമിലെ വെള്ളം കൂടിയ അളവിൽ തുറന്നപ്പോൾ ആമ്പല്ലൂരിലും പാലിയേക്കരയിലും മിന്നൽ പ്രളയമുണ്ടായത് 2024. ജൂലൈ 30 മുതൽ പുതുക്കാട് മേഖലയിൽ ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ടായിരുന്നു. തോരാ മഴയിൽ പുതുക്കാട് മേഖല മുഴുവൻ വെള്ളത്തിലായി. മഴ കനത്തതോടെ ജൂലൈ 29 പീച്ചി ഡാം ഷട്ടറുകൾ തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുക്കി. 4 ഷട്ടറുകളും 7.5 സെന്റിമീറ്റർ വീതമാണ് ആദ്യം തുറന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം ഷട്ടറുകൾ 60 ഇഞ്ചും പിന്നീട് 72 ഇഞ്ചും തുറക്കുകയായിരുന്നു. 2018 പ്രളയകാലത്ത് പോലും 56 ഇഞ്ച് മാത്രമാണ് ഷട്ടറുകൾ തുറന്നത്. വലിയ അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കിയതോടെ മണലിപ്പുഴ കരകവിഞ്ഞാണ് ആമ്പല്ലൂരിൽ വെള്ളം കയറിയത്. വെള്ളക്കെട്ടും ശക്തമായ ഒഴുക്കും രൂപപ്പെട്ടതോടെ ആമ്പല്ലൂരിലും പാലിയേക്കരയിലും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളത്തിലായി. അധികൃതരുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ മുന്നറിയിപ്പോ സൂചനയോ നൽകിയിരുന്നില്ല. ഉണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം കോടികളുടേതാണ്. പല വ്യാപാരികളും സ്വയം തൊഴിൽ സംരംഭകരും ആത്മഹത്യയുടെ വക്കിലാണ്. ആമ്പല്ലൂർ പ്രദേശത്ത് മാത്രം വ്യാപാര സ്ഥാപനങ്ങളും വർക്ക്ഷോപ്പുകളും ഉൾപ്പെടെ 200ഓളം സ്ഥാപനങ്ങൾക്കാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങളായ 85 സ്ഥാപനങ്ങളിലായി 8 കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. തൃക്കൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് പ്രളയം കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പ്രദേശത്തെ 13.4 ഹെക്ടർ സ്ഥലത്തെ 33,500 വാഴകൾ നശിച്ചു. പ്രളയക്കെടുതി കൂടുതലായും ബാധിച്ചത് നെന്മണിക്കര പഞ്ചായത്തിലുള്ളവരെയും പറപ്പൂക്കര പഞ്ചായത്തിലുള്ളവരെയുമായിരുന്നു. മണലിപ്പുഴയുടെ തീരപ്രദേശത്തെ 80% വീടുകളും വെള്ളക്കെട്ടിലായിരുന്നു. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ദുരിത ജീവിതം വിവിധ എപ്പിസോഡുകളിലായി അധികൃതർക്കു മുൻപിൽ NCTV എത്തിച്ചു. നെടുമ്പാളിൽ വീട്ടിനുള്ളിൽ കിടപ്പ് രോഗിയെ സഹോദരി ഭർത്താവ് കൊന്ന സംഭവം നടന്നത് 2024 മെയ് 5.
നെടുമ്പാൾ വഞ്ചിക്കടവ് റോഡിൽ കാരിക്കുറ്റി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ 45 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. കിടപ്പ് രോഗിയായ സന്തോഷിനെ സഹോദരി ഭർത്താവായ സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊല്ലുകയായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്നു കിടപ്പായിരുന്നു. സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബയും ഭർത്താവുമാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത്. മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അത് വിലക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിക്കുന്ന മരുന്ന് കുടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കിടപ്പ് രോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും സഹോദരിക്കും കുടുംബത്തിനും താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കൊലപാതകത്തിന് കാരണമായി. കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന് റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടതായി വന്ന വാർത്ത ഞെട്ടലോടെയാണ് കേട്ടത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് ഡോണസ്കിൽ വെച്ച് യുക്രൈനിന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. സന്ദീപും മറ്റു 3 പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത്. ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത്. റെസ്റ്റോറന്റിലാണ് ജോലി എന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായത്. പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം അറിയുന്നത്. സന്ദീപിനെ നിർബന്ധിതമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു. ഇതോടെയാണ് ആഴ്ചകൾ നീണ്ട ശ്രമഫലമായി സെപ്റ്റംബർ 29-ന് മൃതദേഹം നാട്ടിലെത്തിച്ചത്. വെള്ളിക്കുളങ്ങരയിൽ 2 കുട്ടികൾ മരിച്ച സംഭവമുണ്ടായി. ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. മാർച്ച് 2-ന് കാണാതായ കുട്ടികളുടെ മൃതദേഹം മാർച്ച് 9-ന് കണ്ടെത്തി. വനാതിർത്തിയിലെ ഫയർ ലൈനിന് സമീപമായിരുന്നു കാടർ വീട്ടിൽ കുട്ടന്റെ മകൻ 15 വയസ്സുള്ള സജിക്കുട്ടൻ, രാജശേഖരന്റെ മകൻ 8 വയസ്സുള്ള അരുൺകുമാർ എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുട്ടികളെ കണ്ടെത്തുന്നതിനായി രാവിലെ പോലീസ്, വനംവകുപ്പ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ. ശാസ്താംപൂവം കോളനിക്ക് സമീപം വനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആറ്റുപള്ളി പാലത്തിനു സമീപം കുറുമാലിപ്പുഴയിൽ വീണ് 13 വയസ്സുകാരി മരിച്ചത് ഫെബ്രുവരി 18-നായിരുന്നു. കല്ലേറ്റുങ്കര ചെമ്പോത്ത് വീട്ടിൽ ഹാഷിമിന്റെ മകൾ ഫാത്തിമ തൻസിലാണ് മരിച്ചത്. മറ്റത്തൂരിലുള്ള ബന്ധുവീട്ടിലെത്തിയ ഇവർ വീട്ടുകാരോടൊപ്പം പുഴ കാണാൻ എത്തിയതായിരുന്നു. കടവിലെ പടവുകളിൽ ഇറങ്ങുന്നതിനിടെ കാൽ വഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു. പുഴയിൽ മുങ്ങിപ്പോയ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് കഴിഞ്ഞില്ല. ഒക്ടോബർ 13-നായിരുന്നു മണലിപ്പുഴയിൽ തല നഷ്ടപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. അസം സ്വദേശിയുടേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. മൊബൈൽ ഫോണിലെ സിം മറ്റൊരു ഫോണിൽ ഇട്ടപ്പോഴാണ് പോലീസിന് നിർണായക സൂചന ലഭിച്ചത്. മലപ്പുറത്ത് ജോലിക്കെത്തിയ അസം സ്വദേശിയുടെ സിം കാർഡാണ് ലഭിച്ചത്. സഹോദരൻ ഫോണിൽ നൽകിയ സൂചനകൾ അനുസരിച്ച് പോലീസും അന്വേഷണം നടത്തിയിരുന്നു. തലൂരിൽ ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവ് ജീവനൊടുക്കിയ സംഭവം ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. വടക്കുമുറി സുബ്രഹ്മണ്യയ്യർ റോഡ് പുറത്തൂക്കാരൻ വീട്ടിൽ 50 വയസ്സുള്ള ജോജുവാണ് ഭാര്യ 36 വയസ്സുള്ള ലിഞ്ചുവിനെ വെട്ടിക്കൊന്ന് വീട്ടിൽ തൂങ്ങി മരിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് കൊലപാതകം. ഒക്ടോബർ 29-നായിരുന്നു സംഭവം. പുതുക്കാട് സെന്ററിൽ നടു റോഡിൽ വെച്ച് യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം. ഡിസംബർ 9-നായിരുന്നു അത്. കൊട്ടേക്കാട് സ്വദേശിനി ഒളരിക്കൽ 28 വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത്. ഭർത്താവ് കേച്ചേരി കൂള വീട്ടിൽ ലെസ്റ്റിനാണ് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. പുതുക്കാട് പ്രവർത്തിക്കുന്ന ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ബിബിത. ബിബിത രാവിലെ എത്തുന്ന സമയം നോക്കി റോഡിൽ കാത്തിരിക്കുകയായിരുന്നു ഭർത്താവ്. ബാങ്കിലേക്ക് റോഡിലൂടെ നടന്നു വരുമ്പോൾ ഇയാൾ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് നിഗമനം. 4.5 പതിറ്റാണ്ടുകാലം പൂരനഗരിയെ മേളലയത്തിൽ ആറാടിച്ച കേളത്ത് അരവിന്ദാക്ഷമാരാർ വിട പറഞ്ഞത് മെയ് 5-ന്. ഒല്ലൂർ എടക്കുന്നി സ്വദേശിയാണ്. തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറയിലും പെരുവനം നടവഴിയിലും ആറാട്ടുപുഴയിലെ പൂരപ്പാടത്തും തൃപ്പൂണിത്തുറയിലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിലും തുടങ്ങി കേരളത്തിലെ പ്രമുഖ മേളങ്ങളിലെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്നു കേളത്ത് അരവിന്ദാക്ഷമാരാർ. മെയ് 14-ന് തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായിയിൽ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടമുണ്ടായി. 3 കൃഷിയിടങ്ങളിലായി 600ഓളം വാഴകൾ ഒടിഞ്ഞു വീണു. ചെങ്ങാലൂരിൽ ജൂലൈ 21-നുണ്ടായ മിന്നൽ ചുഴലി വലിയ നാശനഷ്ടമുണ്ടാക്കിയിരുന്നു. കുണ്ടുക്കടവ്, എസ്.എൻ. പുരം, ആറ്റപ്പിള്ളി, തെക്കേ നന്ദിപുരം എന്നിവിടങ്ങളിലാണ് മിന്നൽ ചുഴലിയുടെ പ്രഹരമുണ്ടായത്.
11 വീടുകളിലും ഒരു കാറിലേക്കും മരങ്ങൾ കടപുഴകി വീണു. പ്രദേശത്തെ കാർഷിക വിളകൾക്കും പരക്കെ നാശനഷ്ടം. ആറ്റിപ്പള്ളി ഭാഗത്തും വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി. മലയോര മേഖലകളെ കൂടുതൽ ദുരിതത്തിലാക്കി കാട്ടാന ശല്യവും ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതും നിരവധി തവണയുണ്ടായി. ഇഞ്ചക്കുണ്ട്, താളുപാടം, കാരിക്കുളം, പരുന്തുംപാറ പ്രദേശത്ത് കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഒക്ടോബർ 1-ന് പാലപ്പിള്ളി വലിയ കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്കു നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായി. 5 അംഗ കുടുംബം ഒരു രാത്രി തള്ളി നീക്കിയത് ഭീതിയോടെയായിരുന്നു. ടാപ്പിംഗ് തൊഴിലാളിയായ കുന്നേക്കാടൻ ഷമീറയും കുടുംബവും താമസിക്കുന്ന പാടിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ അടുക്കള തകർന്നു. വീടിന്റെ പുറകുവശത്തോട് ചേർന്നുള്ള അടുക്കള പൂർണ്ണമായും നശിപ്പിച്ചു. വെള്ളം ടാങ്ക്, പാത്രങ്ങൾ, മേൽക്കൂരയിലെ ഷീറ്റ്, കോൺക്രീറ്റ് കാലുകൾ എന്നിവയും തകർന്നിരുന്നു. മറ്റൊരു സംഭവം, പുതുക്കാടുള്ള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി പുലർച്ചെ റോഡിൽ കാട്ടാനക്കൂട്ടത്തിന്റെ മുൻപിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നതാണ്. വിനോദയാത്രയ്ക്കായി പോകുമ്പോഴായിരുന്നു സംഭവം. കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇത് ഒരു ആശ്വാസ വാർത്ത തന്നെയായിരുന്നു. കാട്ടാനക്കൂട്ടം റോഡിൽ തമ്പടിക്കുന്നതും പലതവണയുണ്ടായി. ചൊക്കന, മുപ്ലി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിച്ചു. മുൻകാലങ്ങളിൽ പതിവില്ലാത്ത വിധത്തിൽ റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ തിന്ന് നശിപ്പിക്കുന്നത് റബ്ബർ കൃഷി മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഡിസംബർ 11-ന് ശാസ്താംപൂവം ആദിവാസി നഗറിലെ വയോധികയെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാടർ വീട്ടിൽ പരമേശ്വരന്റെ ഭാര്യ 71 വയസ്സുള്ള മീനാക്ഷിയാണ് മരിച്ചത്. ആനപ്പാന്തം വനത്തിലെ കടുക്കാത്തോടിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലപ്പിള്ളി എലിക്കോട് ആദിവാസി നഗറിന് സമീപം സെപ്റ്റിക് ടാങ്കിൽ വീണ് കാട്ടാന ചരിഞ്ഞത് ദാരുണ സംഭവമായി. 2.5 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനമാണ് വിഫലമായത്. ഡിസംബർ 5-നായിരുന്നു സംഭവം. ആളില്ലാത്ത വീട്ടിലെ ടാങ്കിലാണ് കാട്ടാന വീണത്. കുഴിയുടെ മുകളിലേക്ക് തലയും തുമ്പിയും ഉയർത്തിയിരുന്ന ആന പിന്നീട് അവശനിലയിലായി. മണ്ണുമാന്തി യന്ത്രമെത്തിച്ച് കുഴിയിലെ കല്ലും മണ്ണും ചെളിയും നീക്കി തുടങ്ങിയപ്പോഴും ആന തുമ്പിയും കാലുകളും അനക്കുന്നുണ്ടായിരുന്നു. പിൻകാലുകൾ മണ്ണിൽ നിന്ന് ഉയർത്തി ആന സ്വയം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അനക്കമില്ലാതെയായത്. പുലിയിറങ്ങി പശുക്കളെ ആക്രമിക്കുന്നത് പാലപ്പിള്ളി, എച്ചിപ്പാറ എന്നിവിടങ്ങളിൽ അടിക്കടി ഉണ്ടായിരുന്നു. പുതുക്കാട് മേഖലയിലെ വിവിധയിടങ്ങളിലെ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നി ശല്യവും ഇക്കാലയളവിൽ രൂക്ഷമായിരുന്നു. നെല്ലും കാർഷിക വിളകളും നശിപ്പിച്ചതോടെ കൃഷിയിടങ്ങളിൽ കനത്ത നാശമാണ് ഇവ വരുത്തിവെച്ചത്. സർക്കാരിന്റെ അനുമതി ഉള്ളതിനാൽ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ചിലയിടങ്ങളിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. 2024 പുതുക്കാട് മേഖലയിലെ കാർഷിക രംഗത്തേക്ക് കടക്കുമ്പോൾ കർഷകർ കടന്നുവന്ന ചില സംഭവങ്ങൾ കൂടി നോക്കാം. ജനുവരി 5-ന് അപ്രതീക്ഷിതമായി പെയ്ത മഴ കർഷകരെ വലച്ചു. മുരിയാട് കോന്തിപുലം കോൾപ്പാടത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് കോന്തിപുലം KLDC കനാലിൽ നിർമ്മിച്ച താൽക്കാലിക ബണ്ട് ജലസേചന അധികൃതർ പൊളിച്ചു നീക്കി. നെടുമ്പാൾ കോന്തിപുലം കോൾ നിലങ്ങളിൽ വെള്ളം ഉയർന്നതോടെ ഞാറ് നട്ടതെല്ലാം വെള്ളത്തിലായി. ചിലത് ഒലിച്ചുപോയ സ്ഥിതിയിലായി. പ്രതികൂല കാലാവസ്ഥയോടും സാഹചര്യങ്ങളോടും പടപൊരുതി കൃഷി ചെയ്ത കർഷകർക്ക് ഓണക്കാലത്ത് തിരിച്ചടിയായി ഏക്കറുകളോളം നെൽപ്പാടം കരിഞ്ഞുടങ്ങി. പൂക്കോട്, വട്ടനാത്ര, പച്ചളിപ്പുറം പാടശേഖരത്തിലാണ് കർഷകർക്ക് ഈ ദുർഗതി നേരിടേണ്ടി വന്നത്. തകർന്ന ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസ് മണൽച്ചാക്കിട്ട് കെട്ടി താൽക്കാലിക പരിഹാരമാകുമ്പോഴേക്കും 5 ഏക്കർ നെൽകൃഷിയിടം തരിശായി. ചെങ്ങാലൂരിൽ കുറുമാലിപ്പുഴയ്ക്ക് സമീപമുള്ള കാനത്തോട് സ്ലൂയിസിന്റെ തകരാർ പരിഹരിക്കാത്തതിനാൽ കൃഷി ഇറക്കാനാകാതെ ആശങ്കയിലായിരുന്നു മങ്ങാട്ടുപാടത്തെയും കുളക്കാട്ടുപാടത്തെയും കർഷകർ. ജൂലൈ 17-ന് നൽകിയ പരാതിയിൽ വൈകിയത് മൂലം 5 ഏക്കർ നെൽകൃഷിയിടം തരിശായി മാറി. പണിത ഇടങ്ങളിലും വെള്ളമില്ലാതെ വരണ്ടു തുടങ്ങിയിരുന്നു. ശക്തമായൊരു മഴ പോലും താങ്ങാനാകാത്തതാണ് മണൽച്ചാക്കിട്ട താൽക്കാലിക നിർമ്മിതി. ഇത് മേഖലയിലെ കർഷകർക്ക് ആശങ്കയാണ്. ഡിസംബർ ആദ്യവാരത്തിൽ അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ ജില്ലയിലെ കോൾ മേഖലയിൽ വലിയ നാശം വരുത്തി. നെടുമ്പാൾ, ധനുകുളം, കോന്തിപുലം മേഖലയിലെ വിത കഴിഞ്ഞ പാടശേഖരങ്ങൾ വെള്ളത്തിൽ മുങ്ങി. നെടുമ്പാൾ, ധനുകുളം വെസ്റ്റ് പാടശേഖര സമിതിയിലെ 75ഓളം കർഷകരുടെ 80 ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിയത്. വിത കഴിഞ്ഞ് ഒരു തവണ വളപ്രയോഗവും കഴിഞ്ഞ പാടത്താണ് അപ്രതീക്ഷിതമായി വെള്ളം ഉയർന്നത്. പുഞ്ചപ്പാടത്തെ നെൽകർഷകർക്കുള്ള പദ്ധതിയുമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് എത്തിയത് കർഷകർക്ക് ആശ്വാസവാർത്തയായിരുന്നു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ കർഷകർക്ക് പുഞ്ചപ്പാടത്തേക്ക് ട്രാക്ടറോ കൊയ്ത്ത് യന്ത്രമോ ഇറങ്ങി ഉഴാനും നെല്ല് കൊയ്തുകൊണ്ടു പോകുന്നതിനും വലിയ പ്രയാസമായിരുന്നു. ഈ പ്രദേശത്തെ കുട്ടിപ്പാലത്തിന് വീതി കൂട്ടി വാഹനം പാടത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യവും
റോഡ് കോൺക്രീറ്റും ചെയ്തു. തടയണ പുനരുദ്ധരിച്ചു. പുതുക്കാട് മേഖലയുടെ ടൂറിസം രംഗത്ത് പുത്തൻ ചുവടുവെപ്പുകൾക്ക് 2024 സാക്ഷിയായി. ചിമ്മിനിയിൽ വൈൽഡ് സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. ലോക വിനോദസഞ്ചാര ദിനത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വൈൽഡ് സർക്യൂട്ട് തൃശൂർ ചിമ്മിനി ഉല്ലാസയാത്രയാണ് തുടങ്ങിയത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നടപ്പിലാക്കുന്ന 3 ടൂറിസം സർക്യൂട്ടുകളിൽ ആദ്യത്തേതാണ് തൃശൂർ ചിമ്മിനി വൈൽഡ് സർക്യൂട്ട്. തൃശൂരിൽ നിന്ന് ചിമ്മിനി ഡാം, പുത്തൂർ മൃഗശാല, പീച്ചി ഡാം സർക്യൂട്ടാണ് തുടങ്ങിയത്. പ്രാതൽ, ഉച്ചഭക്ഷണം, വൈകിട്ട് ലഘുഭക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള പാക്കേജാണ് DTPC നടപ്പിലാക്കുന്നത്. ആമ്പല്ലൂരിൽ നിന്ന് ചിമ്മിനിയിലേക്കുള്ള വൈൽഡ് സർക്യൂട്ട് ആദ്യ യാത്ര KK രാമചന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ചരിത്രമുറങ്ങുന്ന മുനിയാട്ടുകുന്ന് വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം നിറവേറ്റാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. ഇതിനാദ്യപടിയായി ചരിത്രമുറങ്ങുന്ന മുനിയാട്ടുകുന്നിൽ ടൂറിസം സാധ്യതകൾ തേടി തൃശൂർ ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംഭാസും ഇൻഫർമേഷൻ ഓഫീസർ ശാരിക V നായരും മുനിയാട്ടുകുന്നിൽ സന്ദർശനം നടത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ മുഖാമുഖം പരിപാടിയിൽ മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി സനയ് കൃഷ്ണയാണ് വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. തുടർന്ന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ PV ശ്രീജിത്ത് കളക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ജില്ലാ കളക്ടർ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ടൂറിസം വകുപ്പിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ എന്നിവിടങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ അവസരമൊരുക്കുകയാണ് KSRTC പുതുക്കാട് ഡിപ്പോ. നവംബർ 24-നായിരുന്നു പുതുക്കാട് ഡിപ്പോയിൽ നിന്നുള്ള ആദ്യ യാത്ര. ആലങ്ങാട് സൗഹൃദ കൂട്ടായ്മയിലെ 50 അംഗ സംഘമാണ് മാമലക്കണ്ടം മൂന്നാർ യാത്രയിൽ പങ്കെടുത്തത്. ബജറ്റ് ടൂറിസത്തിന് ലഭിച്ച ജനപ്രീതി കൂടുതൽ പാക്കേജുകൾ അവതരിപ്പിക്കാനും കാരണമായി. 2024 NCTVക്കും വളരെ പ്രത്യേകത നിറഞ്ഞ വർഷമായിരുന്നു. നാട്ടിൽ നീതിയുടെ പക്ഷം ചേർന്നുള്ള NCTVയുടെ യാത്ര 20 വർഷം പിന്നിട്ടു. പുതുക്കാട് കൊടകര മേഖലയിലെ ആദ്യ പ്രാദേശിക വാർത്താ ചാനലായ NCTV ജനകീയ വിഷയങ്ങളിലും സംഭവങ്ങളിലും ജനങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. 2024 നിരവധി വിഷയങ്ങളാണ് ജനങ്ങൾക്ക് മുൻപിൽ സത്യസന്ധമായി എത്തിച്ചത്. 2024 പുതുക്കാട് മേഖലയിലുണ്ടായ പ്രളയത്തിൽ കൃത്യമായി വാർത്ത എത്തിച്ചും പ്രളയത്തിന്റെ നഷ്ടങ്ങൾ അധികാരികൾക്ക് മുൻപിലെത്തിച്ചും NCTV ദുരിതബാധിതർക്ക് താങ്ങായി. കല്ലൂർ ആമ്പല്ലൂർ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അടിക്കടി വാർത്ത നൽകി. പിന്നീട് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം കല്ലൂർ ആമ്പല്ലൂർ റോഡിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമായി. 1/4 നൂറ്റാണ്ടായുള്ള ആമ്പല്ലൂരിന്റെ ആവശ്യമായിരുന്നു കുടിവെള്ള പൈപ്പ് എന്നത്. വിഷയം NCTV പുറത്തുകൊണ്ടുവന്നതിലൂടെ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ഇങ്ങനെ NCTVയുടെ ഇടപെടലിലൂടെ ജനകീയ വിഷയങ്ങളിലെ പരിഹാരത്തിന്റെ പട്ടിക നീളുകയാണ്. നിരവധി വാർത്താ മുഹൂർത്തങ്ങളിലൂടെയാണ് 2024 കടന്നുപോയത്. പുത്തൻ പ്രതീക്ഷകളുമായി 2025 പിറക്കുമ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. നമസ്കാരം.